ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. കഴിഞ്ഞ ദിവസം നമ്മൾ സാധാ പാൻറ്റ് തയ്ച്ചു. ഈ പ്രാവശ്യം നമ്മൾ ചുരി ബോട്ടാണ് തയ്ക്കാൻ പോകുന്നത്. അത് നമുക്ക് ബോർഡയിൽ അതിൻ്റെ ക്ലാസ് ഞാൻ പറഞ്ഞു തരാം. ചുരി ബോട്ടത്തിൻ്റെ മോഡൽ നമ്മളിവിടെ വരച്ചിട്ടിട്ടുണ്ട്, കണ്ടോ? ഈ ഇങ്ങനെ സമചതുരത്തിൽ ഒരു ബോക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഈ ഒരു കോണിൽ നിന്നൊരു വര കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണ് ഇവിടെ കാണിച്ചിരിക്കണേന്ന് പറഞ്ഞു തരാം. 0-1 ഫുൾ ലെങ്ത് പ്ലസ് കിട്ടുന്ന ഇറക്കം 0-1. അതായത് നമ്മുടെ ഫുൾ ലെങ്ത് ചുരിബോട്ടത്തിന് എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആ തുണി 2 മീറ്റർ അല്ലെങ്കിൽ 2.5 മീറ്റർ തുണിയിൽ നിന്നും കിട്ടുന്ന ഇറക്കം മുഴുവനും എടുക്കുക. അതാണ് ഇവിടെ ഫുൾ ലെങ്ത് പ്ലസ് കിട്ടുന്ന ഇറക്കം മുഴുവനും പറഞ്ഞേക്കണേ. 6-7 ബോട്ടം പ്ലസ് 1.5 ഇഞ്ച് 6-7. ഇത് ഇവിടെ നിന്ന് തൊട്ട് നമ്മൾ അങ്ങനെ 4ആയിട്ട് മടക്കിയിട്ടിട്ട് കോണായിട്ട് മടക്കിയിട്ട് നമ്മൾ ഇവിടെ നിന്ന് തൊട്ട് അളവെടുക്കുകയാണ്. ബോട്ടത്തിൻ്റെ ആ വണ്ണമാണ് 6-7. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടുക. 6-11 20 ഇഞ്ച്, 6-10 അങ്ങനെ 20 ഇഞ്ച് വരെ എടുത്ത് അടയാളപ്പെടുത്തുന്നതാണ് 6-11. പിന്നെ 0-4 സീറ്റിൻ്റെ 3-1 പ്ലസ് 4 ഇഞ്ച് 0-4 എന്ന് പറയണത് സീറ്റിൻ്റെ 3-1 എടുക്കുക. പിന്നെ നമുക്ക് ലൂസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 4 ഇഞ്ചും കൂടി കൂട്ടിച്ചേർക്കുക. 4-5 സീറ്റിൻ്റെ 3-1 പ്ലസ് 1 ഇഞ്ച് 2 ഇഞ്ച് മൈനസ് പീസിൻ്റെ ലെങ്ത്ത് 4-5 എന്ന് പറയുന്നത് ഇതാണ് നോച്ച് ലെങ്ത്തിൻ്റെ അവിടെയുള്ളതാണ് ഇത്. അതായത് 4-5 എന്ന് പറയുന്നത് സീറ്റിൻ്റെ 3-1 എടുത്തിട്ട് അതിൻ്റെ കൂടെ 2 ഇഞ്ച് വണ്ണം കൂടുതലുള്ളവർക്ക് 2 ഇഞ്ചും അതിൽ കുറവുള്ളവർക്ക് 1 ഇഞ്ച് തൊട്ട് അങ്ങോട്ട് കൂട്ടിയിടാം. ആ 1 ഇഞ്ചും കൂട്ടിയിട്ട് മൈനസ് ഇതിന് മുകളിലൊരു പീസ് ഉണ്ടാവുമല്ലോ, ആ പീസിൻ്റെ ലെങ്ത്ത് എടുക്കുന്നതാണ് ഇത്. അതായത് 4-5 എന്ന് പറഞ്ഞാൽ സീറ്റിൻ്റെ 3-1 പ്ലസ് 2 മൈനസ് പീസിൻ്റെ ലെങ്ത്ത്. 8-9 പീസിൻ്റെ ലെങ്ത്ത് പ്ലസ് 1 ഇഞ്ച് 8-9. പിന്നെ നമ്മൾ ആ പീസ് എടുക്കുകയാണ്. 8-9 ഇവിടെ ഇതാണ് 9. 8-9 പീസിൻ്റെ ലെങ്ത്ത് എത്രയാണ്? മീഡിയം അളവ് 6 ഇഞ്ചാണ് പീസിൻ്റെ ലെങ്ത്ത്. അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടി 7 ഇഞ്ച്. 10-8 എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് അതിൻ്റെ വണ്ണം സീറ്റിൻ്റെ 3-1 എത്രയാണോ കിട്ടണേ അതാണ് ഇവിടുത്തെ വണ്ണം എടുക്കേണ്ടത്. എന്നിട്ട് ഈ പീസ് ഇതിൻ്റെ മുകളിൽ യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് തുണിയിൽ വെട്ടി കാണിക്കാം. ഇനി നമുക്ക് ഈ ചുരിബോട്ട ഈ തുണിയിലേക്ക് എങ്ങനെയാണ് അടയാളപ്പെടുത്തണതെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ആ ബോർഡിൽ എഴുതിയിരിക്കുന്ന നോട്ട് എഴുതി നിങ്ങൾ ബുക്കിനകത്ത് എഴുതി വെച്ചിട്ട് വേണം തുണിയിൽ വെട്ടി നോക്കാനായിട്ട്. അപ്പോൾ ഒരു തുണി നമ്മൾ ആദ്യം ഈ തുണി കിട്ടിയപ്പോൾ നമ്മൾ തേരുവശം വെച്ച് നോക്കിയിട്ട് ഇത് എത്ര മീറ്റർ ഉണ്ടെന്ന് നമ്മളൊന്ന് ചുമ്മാ ഒന്ന് അളന്ന് നോക്കണത് എപ്പോഴും നല്ലതാണ്. എന്ത് തുണി ആര് കൊണ്ടുവന്ന് തന്നാലും അത് ആദ്യം എന്തോരം ഉണ്ടെന്ന് നോക്കണം, അല്ലെങ്കിൽ നമുക്ക് അബദ്ധം പറ്റും. ചിലപ്പോൾ 1 മീറ്ററൊക്കെ കടയിൽ നിന്ന് 2 മീറ്റർ അവർ എടുത്തുകൊണ്ട് വരും. ചിലപ്പോൾ ഇവിടെ വരുമ്പോൾ 1 മീറ്ററൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പം തന്നെ നമുക്ക് വെട്ടാതെ തന്നെ അവരോട് പറയാൻ പറ്റും. ഉണ്ടോ, ഇതിപ്പോൾ ഏകദേശം 2 മീറ്ററാണ് ഇതുള്ളത്. ഈ 2 മീറ്റർ തുണി കിട്ടിയെന്നാൽ നമ്മൾ ഇതിനെ ആദ്യം ഇത് കണ്ടോ ഇങ്ങനെ 2ആയിട്ട് മടക്കുന്നു. ഇങ്ങനെ സാധാരണ നമ്മൾ സാധാരണ പാൻറ്റ് കിട്ടിയപ്പോൾ നമ്മൾ 2ആയിട്ട് മടക്കിയിട്ട് 4ആയിട്ട് മടക്കുകയാണ് ചെയ്തത്. ഇത് 2ആയിട്ട് മടക്കിയിട്ട് കോൺ നമ്മൾ സ്ക്രാഫൊക്കെ മടക്കി വെക്കില്ല എന്ന് പറഞ്ഞ പോലെ ഇതിങ്ങനെ കോണായിട്ട് ഇങ്ങനെ അങ്ങോട്ട് മടക്കുക. മനസ്സിലായല്ലോ അല്ലേ? കോണായിട്ട് ഇങ്ങനെ മടക്കി. ഇപ്പം ഇത് സമചതുരത്തിലാണ് ഈ തുണി കിട്ടിയിരിക്കുന്നത്. കോണായിട്ട് മടക്കിയിടുക. എന്നിട്ട് നമ്മൾ നോട്ടിൽ പറഞ്ഞിട്ടുണ്ട്, അവിടെ ബോർഡിൽ എഴുതിയിട്ടുണ്ട് 0-1 ഫുൾ ലെങ്ത്ത് പ്ലസ് കിട്ടാവുന്നോടത്തോളം ഇറക്കം. ഇത് കണ്ടോ, ഇങ്ങനെ ഈ ലെങ്ത്ത് ഇത് മുഴുവനും ഉണ്ട്. കണ്ടോ, ഇങ്ങനെ മടക്കി വെച്ചിട്ട് അത് മുഴുവനും ഉണ്ട്. എന്നിട്ട് നമ്മൾ ഈ കാലിൻ്റെ പാദം ഇവിടെ നിന്നോട്ടാണ് അളക്കാൻ തുടങ്ങുന്നത്. ഇവിടെ നിന്നോട്ട് നമുക്ക് ഈ കൊച്ചിൻ്റെ പാദത്തിൻ്റെ അളവ് എത്രയാണെന്ന് വെച്ചെന്നാൽ 11 ഇഞ്ചാണ്. 11 ഇഞ്ച് വരുമ്പോൾ 5.5 11ൻ്റെ പകുതി 5.5. അപ്പോൾ ആ 5.5 ഇവിടെ എവിടെയാണോ കിട്ടണേന്ന് നോക്കുക. കണ്ടോ, ഇവിടെ കിട്ടി. ആ 5.5 ഇവിടെ നമ്മൾ വരച്ച് വെച്ചു. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 20 ഇഞ്ച് എടുക്കാനായിട്ട്. കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 20 ഇഞ്ച്, ഇവിടെയാണ് 20 ഇഞ്ച് വരുന്നത്. കണ്ടോ,
ഇതാണ് 20 ഇഞ്ച്. അവിടെ നമ്മൾ അടയാളപ്പെടുത്തി. ഈ ഇവിടെ എടുത്ത അതേ അളവ് 5.5 തന്നെ ഇവിടെ എടുത്തു. കണ്ടോ? എന്നിട്ട് നമ്മൾ വരച്ചു. എന്നിട്ട് അത് നമ്മൾ സ്കെയിൽ കൊണ്ടത് ആ 5.5 അവിടെ നേരെ വരച്ചു. അത് കഴിഞ്ഞ് ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പിന് 1.5 ഇഞ്ച് തയ്യൽ തുമ്പിന് വയ്ക്കണം. 1.5 ഇഞ്ച് തയ്യൽ തുമ്പിന് മാറ്റി ഇടണം. നമ്മളപ്പോൾ തയ്ച്ച് വരേണ്ടത് ഇതിലാണ് നമ്മൾ തയ്ച്ച് വരേണ്ടത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വേറെ ഒന്നും നോക്കണ്ട. ഇത് കഴിഞ്ഞ് നമ്മൾ മാക്സിമം ഇവിടെ നമുക്ക് കിട്ടണത് എവിടെയാണെന്ന് നോക്കുക. ഇവിടെ നമുക്ക് കിട്ടണതിൻ്റെ ഞാൻ പറഞ്ഞിട്ട് 0 to 4 സീറ്റിൻ്റെ 3/1 + 4 ഇഞ്ച്. ഇവിടെ 38 ഇഞ്ചാണ് ഈ കൊച്ചിൻ്റെ സീറ്റ്. ഈ സീറ്റിൻ്റെ 3/1 എന്ന് പറയുമ്പോൾ ഇവിടെ 38ൻ്റെ 3/1 12.5. 12.5 + 4 16.5 വരും. ആ 16.5 എവിടെ കിട്ടണമെന്ന് നോക്കുക. 16.5 ഇവിടെ അടയാളപ്പെടുത്തുക. കണ്ടോ? ഞാനിവിടെ 16.5 അടയാളപ്പെടുത്തി. അപ്പോൾ ഈ ഡെസ്കിൻ്റെ പുറത്തോട്ട് ഇങ്ങനെ ഒരു വര കൊടുക്കണം അതിനെ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പറയേണ്ടത് 4 to 5. 4 to 5 സീറ്റിൻ്റെ 3/1 + 1 ഇഞ്ച് അല്ലെങ്കിൽ 2. സീറ്റിൻ്റെ 3/1 12.5. ഇവിടെ എഴുതി കാണിക്കാം. 12.5. 12.5 നമുക്ക് 6 ഇഞ്ച് പീസിൻ്റെ ലെങ്ത്ത് കുറയ്ക്കണം. അപ്പോൾ 6 ഇഞ്ച് കുറയ്ക്കുമ്പോൾ 6 കിട്ടും. 6.5 കിട്ടും. 6.5യുടെ കൂടെ +1.5 കൂടി കൂട്ടിച്ചേർത്ത് 7.5 വരും. 6.5 + 1.5 7 8 വരും. ആ 8 ഇവിടെ എവിടെയാണോ കിട്ടണത് അവിടെ വരയ്ക്കണം. കണ്ടോ? ഇവിടെ കിട്ടും. ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ ഇത്രയും പോകുന്ന ഒരു കഷ്ണം ഇവിടെ നമ്മൾ വെച്ച് പിടിപ്പിക്കണം. ഒന്നും കൂടി പറയാം. ഇവിടെ നമ്മൾ ഏറ്റവും ലെങ്ത്തിൽ വന്നിട്ട് നമ്മൾ എവിടെയെങ്കിലും ഒരു വര വരയ്ക്കുക. അവിടെ വണ്ണത്തിൻ്റെ സീറ്റിൻ്റെ 3/1 + 4 ഇഞ്ച് എടുത്തു. അപ്പോൾ ഇവിടെ 16.5 കിട്ടി. ആ 16.5 കിട്ടിയ അവിടെ നിന്ന് ഇങ്ങോട്ട് സീറ്റിൻ്റെ 3/1 + 1.5 - പീസിൻ്റെ ലെങ്ത്ത് കുറച്ചപ്പോൾ നമുക്ക് 8 കിട്ടി. ആ 8ൻ്റെ അവിടെ വരച്ചു. ഇനി നമ്മൾ ഇവിടെ നമ്മൾ വരച്ചിട്ടിട്ടുണ്ടല്ലോ, അവിടെ നിന്ന് ഷേപ്പ് ചെയ്ത് നമ്മൾ തയ്യൽ തുമ്പിട്ടില്ലേ അതിലെ ഇങ്ങനെ അങ്ങോട്ട് ഷേപ്പ് ചെയ്ത് ഇങ്ങനെ വരച്ചിടുക. കണ്ടോ? വരച്ചിടും. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്യുക. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ വരെ വേറെ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇവിടെ നമ്മൾ ബോട്ടത്തിൻ്റെ അളവെടുത്തു. 20 ഇഞ്ചും കൂടി കയറ്റി ബോട്ടത്തിൻ്റെ അളവെടുത്തു. അത് കഴിഞ്ഞ് ഏകദേശം നമുക്കൊരു 20 ഇഞ്ച് ഇവിടെ കിട്ടും. കണ്ട? 20, 22, 23 ഇഞ്ച് ഉണ്ട്. ബാക്കിയുള്ളത് ചുരുങ്ങി കിടന്നോളൂ അവിടെ. അപ്പോൾ നമ്മൾ ഇത് നമ്മളിവിടെ വണ്ണം എടുക്കുക. നമ്മൾ സാധാ പാൻറ്റിൻ്റെ വണ്ണം എടുത്തിട്ട് നമ്മളതിന് ആ വിരിവ് മൊത്തം ഇട്ടു. പക്ഷെ ഇതിന് അത്രയും വേണ്ട. ചുരി ബോട്ട് ആയതുകൊണ്ട് കുറച്ചിട്ടാൽ മതി. അതുകൊണ്ട് ഇത് നമ്മളെ ഒരു ലെവലുണ്ട്. 1, 4, 5, 3 കൂടുതലും 5 കുറവുമായിട്ട് കൂട്ടിയാൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ മറ്റതുപോലെ തന്നെ പീസിൻ്റെ ലെങ്ത്ത് മൈനസ് ചെയ്തിട്ട് 1 ഇഞ്ചും കൂടി കൂട്ടി സീറ്റിൻ്റെ 3/1 ഇവിടെ അടയാളപ്പെടുത്തി. അങ്ങനെയാണ് ചുരി ബോട്ടത്തിന് അടയാളപ്പെടുത്തുന്നത്. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. ഈ മുകളിൽ തന്നെ നമ്മൾ ആദ്യം കട്ട് ചെയ്തു. ഈ കട്ട് ചെയ്തിട്ട് നമുക്കിവിടെ ഇത് കണ്ടോ, ഇവിടെ 4 പീസ് എടുക്കണം. ഒരെണ്ണം വലുതും ചെറുതുമായിട്ടൊക്കെ ഉണ്ട്. അപ്പം ആദ്യം നമ്മൾ ഇതിങ്ങനെ വെച്ചിട്ട് കണ്ട, ഈ ഇവിടെ വരെയുള്ള കാരണം കറക്റ്റായിട്ട് ഇത് കണ്ട, ഇവിടെ ഇത് കിട്ടി. ഒരു പീസ് ഇവിടെ നിന്ന് കിട്ടി.
നിങ്ങൾക്ക് ഇവിടെ ഇവിടെ ഇച്ചിരി നീളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് കുറച്ചും കൂടെ ഇങ്ങനെ ഇറക്കി കട്ട് ചെയ്യണം. ഇങ്ങനെ ഇറക്കി കട്ട് ചെയ്തിട്ട് അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടാതെ വരുന്നുണ്ടെങ്കിൽ ഈ പീസ് ഇവിടെ അങ്ങ് വെച്ച് കൊടുത്താലും മതി. അപ്പോൾ കുറച്ചും കൂടി ഇറക്കം കിട്ടും. നമുക്ക് മാക്സിമം ഇറക്കം കിട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ചുരി ബോട്ടം തയ്ക്കണം. കണ്ട, ഈ ഒരു പീസ് ഇവിടെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ചുരുങ്ങി കിടക്കുമ്പോൾ അത് കാണിയല, അറിയല. ആ കോത് വേണമെങ്കിൽ ഇവിടെ വെച്ച് കൊടുക്കാം. അതെങ്ങനെയാണെന്നും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിനിപ്പോൾ അത്യാവശ്യം ഇറക്കമൊക്കെ ഉണ്ട്. എന്നിട്ട് ഇവിടെ വെച്ച് അടിക്കേണ്ട ഭാഗത്ത് ഇതിങ്ങനെയൊന്ന് ഒരു നോച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് ലെവലായി കിട്ടണേ. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഇങ്ങനെ അങ്ങോട്ട് വെട്ടി, ഇനി നമ്മൾ ഈ പീസ് ഇവിടെ എത്ര പീസ് കിട്ടും എന്ന് നമുക്ക് നോക്കാം. ഇതിപ്പോൾ 2 പീസുണ്ട്. വേണ്ട, ഇത് 2 1 2 ഇത് 2 ഇതിന് വേണ്ടി വയ്ക്കാം. ഇനി ഇവിടുത്തെ പീസിന് ഒരെണ്ണം ഇത് കിട്ടും. കണ്ട, അങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേക്കും ഒരെണ്ണം അത് കിട്ടും. പിന്നെ ഇനി ഈ വലിയ പീസ് എടുക്കണം. അത് ഇവിടെ നീ തുമ്പ് വന്നേക്കണ ഈ ഭാഗത്തുനിന്ന് എടുക്കുക. ഇല്ലെങ്കിൽ അവിടെ നിന്ന് കിട്ടിയില്ലെങ്കിൽ ഈ 4 കൂടെ വെച്ചാണ് നമുക്കിവിടെ എടുക്കേണ്ടത് കേട്ടോ. ഈ തുമ്പ് ഇവിടെ ഇങ്ങനെ അങ്ങ് വയ്ക്കുക. കണ്ട, കറക്റ്റായിട്ട് വെച്ചിട്ട് ഇതങ്ങ് മറച്ചിടുക. ഇതിനകത്ത് വെച്ചിരിക്കുന്ന പീസ് ഏതാണോ അതതിൻ്റെ മുകളിലേക്ക് വയ്ക്കുക. അല്ലെങ്കിൽ ഇതിങ്ങനെ വരച്ചാലും മതി. ഇങ്ങനെ അങ്ങ് വയ്ക്കുക. എളുപ്പപ്പണി എങ്ങനെയാണെന്ന് വെച്ചെന്നാൽ ഇതങ്ങോട്ട് മൊത്തം വെച്ചാൽ മതി. ഉണ്ടോ? വെച്ചിട്ട് ഇങ്ങനെ വെച്ച് വെട്ടിയെടുക്കുക. ഈ പീസെല്ലാം ഇവിടെ വയ്ക്കുക. അത് അനക്കാതെ ഇത് തയ്ക്കുമ്പോഴാണ് ഇച്ചിരി ശ്രദ്ധിക്കേണ്ടത്. ഇതെല്ലാം അനക്കാതെ ഇവിടെ വെച്ച് മാറ്റി വെച്ചു. ഇനി നമ്മൾ മുകളിലത്തെ 6 ഇഞ്ച് നീളമുള്ള പീസ് എടുക്കണം അല്ലേ. ആ പീസ് നമുക്കത് ഇവിടെ നിന്ന് കിട്ടും. ഇത് കണ്ടോ, ഇത് വെട്ടാത്ത ഒരു പീസ് വരും ഇങ്ങനെ. കണ്ടോ, ആ വെട്ടാത്ത പീസിൽ നമ്മൾ 6 ഇഞ്ച് 6ൻ്റെ കൂടെ 1 ഇഞ്ചും കൂടി കൂട്ടി 7 ഇഞ്ച്. കണ്ടോ, 6 1 7 ഇഞ്ച്. അപ്പോൾ സീറ്റിൻ്റെ 3/1 എത്ര? 12.5. ആ 12.5 എടുത്ത് ഇവിടെ അടയാളപ്പെടുത്തി വരച്ച് കട്ട് ചെയ്യാം. ആ പീസും കിട്ടി. കണ്ടോ, ഈ പീസും കിട്ടി. ചുരി ബോട്ടം നമ്മൾ വരച്ച് കട്ട് ചെയ്തു. നമുക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അത് തയ്ക്കുന്ന അടുത്ത ക്ലാസ്സിൽ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.